ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ വർഷം 2025 നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ, അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചിരിക്കുകയാണ്. എത്ര നല്ല കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെ, വിശ്വസ്തനായി കൂടെയുള്ളത്. എത്രയോ ജീവിതങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ പൊലിഞ്ഞുപോയി. പക്ഷേ ദൈവം നമ്മെ ആയുസ്സോടെ, ആരോഗ്യത്തോടെ ഒരു പുതിയ വർഷത്തെ വരവേൽക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നു. 2025 കാണുവാണ്ട ഭാഗ്യം ദൈവം നിങ്ങൾക്കും കുടുംബത്തിനുമൊക്കെ തന്നിരിക്കുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താമോ? കർത്താവെ, അങ്ങേക്ക് സ്തോത്രം എന്ന് പറയാമോ? യേശുവേ, നന്ദിയപ്പ, ഒരു പുതിയ വർഷത്തെ വരവേൽക്കുവാൻ ദൈവം സഹായിച്ചിരിക്കുന്നു. ഈ വർഷത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുവാനിരിക്കുന്നതെന്ന് നമുക്കറിയില്ല, അല്ലേ? സകലതും ദൈവം അറിയുന്നു. ഇന്നലകൾ നടത്തിയ ദൈവം ഇനി നടത്തുവാൻ ശക്തനെന്നത് മാത്രമാണ് നാം അറിയുന്നത്. പ്രതിസന്ധികളോ അല്ലെങ്കിൽ ദൈവം നൽകുവാൻ പോകുന്ന സന്തോഷ അനുഭവങ്ങളോ ഒന്നും നാം കാണുന്നില്ല. ദൈവം സകലവും നമുക്ക് നന്മയ്ക്കായി ഒരുക്കുന്നുണ്ട്. പ്രതിസന്ധിയായാലും സന്തോഷമായാലും ദൈവം തൻ്റെ ജനത്തിന് സകലവും നന്മയ്ക്കായി ഒരുക്കുന്നു എന്ന വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ദൈവാശ്രയത്തോടുകൂടെ, വിശ്വാസത്തോടെ നമുക്ക് ഈ പുതിയ വർഷത്തെ വരവേൽക്കാം. കർത്താവ് നമ്മെ മറക്കുകയില്ല, കർത്താവ് നമ്മെ ഉപേക്ഷിക്കുകയില്ല. ആ കർത്താവിനെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാം. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്ന മക്കൾ ജീവിതത്തിൽ ജയം കൈവരിക്കുക തന്നെ ചെയ്യും. അവിടെ ജീവിതത്തിൽ പരാജയത്തിന് യാതൊരു ചാൻസുമില്ല. പ്രിയമുള്ളവരെ, കർത്താവിനെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്ന മക്കൾക്ക് പരാജയത്തിന് സാധ്യതയില്ല. ദൈവം അവരെ ജയോത്സവമായി നടത്തും. മറന്നു പോകരുത്. ഈ പുതിയ വർഷത്തെ നമുക്ക് സന്തോഷത്തോടെ വരവേൽക്കാം. ഏവർക്കും നവവത്സര ആശംസകൾ നീമതി യേശുവെ എന്ന ഈ ചാനലിൻ്റെയും ഞങ്ങളുടെ ടീമിൻ്റെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മാറാത്തവനും മറക്കാത്തവനും എല്ലാ നാളിലും കൂടിയിരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവം, അനുഗ്രഹത്തിന്റെ ഉറവിടമേ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമേ, കരുണയുള്ള ദൈവമേ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു പിതാവ്. ഒരു പുതിയ വർഷം കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. പുതിയ വർഷത്തിന്റെ ആദ്യ ഞായറാഴ്ച കർത്താവിന്റെ വചനം കേൾക്കുവാൻ, ആമേൻ, ധൈര്യപ്പെടുവാൻ, അവിടുത്തെ വാഗ്ദത്തങ്ങളെ തികവായി നിറവായി പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ഒരുക്കി സഹായിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു പിതാവ്. അങ്ങിലല്ലാതെ രക്ഷ ഞങ്ങൾക്കില്ല. അങ്ങാകും ഞങ്ങളുടെ സർവസ്വം, അങ്ങാകും ഞങ്ങളുടെ ബലം, ഞങ്ങളുടെ ജീവന്റെ ബലം, ജീവന്റെ പൊരുൾ അങ്ങാകുന്നു പിതാവ്. അവിടുത്തെ കൃപ ഞങ്ങൾ അനുഭവിക്കട്ടെ. ഇന്നത്തെ സന്ദേശം കേൾക്കുന്ന എല്ലാ അവിടുത്തെ മക്കളെയും അടി വിശ്വാസ കണ്ണോട് നോക്കി അവരെ ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സമാധാനം അവിടെ ശിരസിന്മേൽ, അവരുടെ കുടുംബത്തോടെ, ജീവിതയാത്രയോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവമേ, ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, ഞങ്ങൾക്ക് പ്രത്യാശ പകരുന്ന, പ്രത്യാശ ഞങ്ങൾ വർദ്ധിക്കുന്ന മാറ്റമില്ലാത്ത തിരുവചനങ്ങൾ ഇന്ന് കേൾപ്പിക്കുവാൻ പോകുന്നതോർത്ത് സ്തോത്രം. വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണം. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ, ആമീൻ, ആമീൻ. കഴിഞ്ഞ ആഴ്ചയിലെ ധ്യാനത്തിന്റെ ഒടുവിൽ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ചോദ്യം ഇതാണ്: വെള്ളത്തിനായി ദൈവത്തിന്റെ ജനം ഏത് മരുഭൂമിയിലാണ് അലഞ്ഞ് നടന്നത് എന്നതായിരുന്നു ചോദ്യം. അതിൻ്റെ ആൻസർ ഇവരും ശരിയായ ആൻസറാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഇതാണ്: ശൂർ മരുഭൂമിയിലാണ് ദൈവജനം വെള്ളത്തിനായിട്ട് ദാഹിച്ച് അലഞ്ഞത്. കമൻറ്റ് ബോക്സിൽ ആൻസറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇവരോടുമുള്ള നന്ദി നീമതി യേശുവെ എന്ന ചാനലിൻ്റെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിൽ ഒരു ചോദ്യമുണ്ടാകും. പ്രാർത്ഥനയോടുകൂടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യെരമ്യാ പ്രവചന പുസ്തകം 30-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗത്തെ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ആരും അവനെ ഭയപ്പെടുത്തുകയില്ല, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികൾ ഞാൻ മുടിച്ചു കളയുകയും, എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ കാതലായ ഒരു ചിന്ത എന്നത്, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്.
2025 വർഷത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദത്തം കൂടിയാണ്. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത് പറയുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയല്ല, നിങ്ങളുടെ മക്കളല്ല, നിങ്ങളുടെ പാരൻസ് അല്ല, നിങ്ങളുടെ സഹപാഠികൾ സുഹൃത്തുക്കളല്ല, നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവരല്ല, സഹപ്രവർത്തകരല്ല. പിന്നെയോ ഇത് പറയുന്നത് എന്നെയും നിങ്ങളെയും നമ്മുടെ പിതാക്കന്മാരെയും ഈ ലോകത്തെ സൃഷ്ടിച്ച ജീവനുള്ള ദൈവം എന്നോട് നിങ്ങളോട് പറയുകയാണ്, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതിൽ പരം നമുക്ക് എന്ത് നന്മയാ വേണ്ടത് പ്രിയമുള്ളവരെ? സൃഷ്ടിതാവ് സൃഷ്ടിയെ നോക്കി പറയുകയാണ്, നിന്നെ രക്ഷിപ്പാൻ ഞാനുണ്ട്. ഡു നോട്ട് വറി, ഐ വിൽ സേവ് യു, ഐ വിൽ റെസ്ക്യൂ യു. ഞാൻ നിന്നെ വിടുവിക്കും. ചിന്തയിലേക്ക് മടങ്ങി വരാം. ഈ വാഗ്ദത്തത്തിൻ്റെ പശ്ചാത്തലം 70 വർഷം ബാബിലോൺ പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന് ദൈവം നൽകുന്ന ഒരു ഉറപ്പാണ്, നിശ്ചയമാണ്, വാഗ്ദത്തമാണ്. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വാഗ്ദത്തം. ഈ ജനത്തിൻ്റെ കഷ്ടത എന്നത് പുരുഷന്മാർ എല്ലാവരും, വേദപുസ്തകം പറയുന്നത് 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ പുരുഷന്മാർ എല്ലാവരും നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ നമ്മുടെ കൈ നടുവിന് ഇങ്ങനെ കൊടുക്കാറുണ്ട്. കൈ നടുവിന് കൊടുക്കുന്നത് എപ്പോഴാണ്? അല്ലേ? തളരുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ, ഏതെങ്കിലും നമ്മൾ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ, അല്ലേ, എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുമ്പോൾ കൈ നടുവിന് കൊടുക്കാറുണ്ട്. ഇതുപോലെ ബാബിലോൺ പ്രവാസത്തിൽ കഴിഞ്ഞ ദൈവജനത്തിലെ പുരുഷന്മാർ തങ്ങളുടെ കൈ നടുവിന് കൊടുത്തിരിക്കുകയാണ്. അവിടെ പറയുന്നത്, അതിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് നോവ് കിട്ടിയ സ്ത്രീയെ പോലെ. പ്രസവിക്കുവാറായിരിക്കുന്ന ഒരു ഗർഭിണി, പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ പ്രസവിക്കാറാകുമ്പോൾ ഇടുപ്പിന് അല്ലെങ്കിൽ തൻ്റെ കൈ നടുവിന് കൈ കൊടുത്ത് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് പോലെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്കായിരിക്കുക. കാരണം പ്രസവിക്കുവാനുള്ള ടെൻഡൻസി ഉണ്ട്, എന്നാൽ പ്രസവിക്കുന്നുമില്ല. ആ ഒരു അവസ്ഥ. രണ്ടാമത് ഇവരെ കുറിച്ച് പറയുന്നത്, ഈ ജനത്തിൻ്റെ മുഖം, എല്ലാവരുടെയും മുഖം വിളറിയിരിക്കുന്നു എന്നാണ്. അതേ വാക്യത്തിൽ പറഞ്ഞു, എല്ലാവരുടെയും മുഖം വിളറിയിരിക്കുന്നു. അപ്പോൾ ഈ 2 കാരണങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഈ ജനത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല. വിളറിയ മുഖം, ജനത്തിൻ്റെ മുഖം വിളറിയിരിക്കുമ്പോൾ അവിടെ സന്തോഷമാണോ? അവിടെ ജയമാണോ? അവിടെ ഒരു വലിയ ഒരു ആഘോഷത്തിൻ്റെ ഒന്നുമല്ല പ്രിയമുള്ളവരെ. തളർന്ന ജനത്തിൻ്റെ വിളറിയ മുഖം, ക്ഷീണിച്ചു പോയ, നിരാശപ്പെട്ട, ഭയത്തിൻ നടുവിലിരിക്കുന്ന ജനത്തിൻ്റെ വിളറിയ മുഖം. കുറ്റബോധമുണ്ട്, പരാജയബോധമുണ്ട്, സങ്കടമുണ്ട്, നിരാശയുണ്ട്, എല്ലാം കൂടെ കൂടിക്കലർന്ന ഒരു വിളറിയ മുഖത്തെ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം പ്രധാനമായിട്ടും വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവരുടെ കഴുത്തിൽ വലിയൊരു നുകം വച്ചിരിക്കുകയാണ്. അവരെ ബന്ധിച്ചിരിക്കാൻ, അവർ ബന്ധനത്തിലാണ്. അന്യന്മാർ അവരെ കൊണ്ട് സേവച്ചിരിക്കാൻ, അടിമപ്പണി ചെയ്യിക്കുകയാണ്. 30-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ വിശദമാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ക്രൈസിസ്, ഒരു വലിയ ബേർഡനിലൂടെ അവർ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഒന്നിലും ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല, പ്രതീക്ഷിക്കുവാനും പ്രത്യാശിക്കാനും ഒരു വകയുമില്ല. കാരണം 70 വർഷത്തെ പ്രവാസം ഒരിക്കലും നിസ്സാരമല്ല. ഇവിടെ പൂർവ്വപിതാക്കന്മാർ 430 വർഷം ഇസ്രായേൽ ഈജിപ്തിൽ അടിമകളായി ജീവിച്ച ചരിത്രമുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും ദയനീയമാണ്, വേദനാജനകമായിരുന്നു 70 വർഷത്തെ ബാബിലോണിലെ ഈ ദൈവജനത്തിൻ്റെ പ്രവാസകാലം എന്ന് പറയുന്നത്. ദൈവം തങ്ങളെ ഉപേക്ഷിച്ചു എന്ന് ബോധ്യപ്പെട്ട ഒരു കാലഘട്ടമാണ്. ദൈവം തങ്ങളോടുകൂടെ ഇല്ല, എന്നേക്കുമായി തങ്ങളെ കൈവിട്ട് കളഞ്ഞു, അവഗണിച്ചു എന്ന് തങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു കാലമായിരുന്നു 70 വർഷക്കാലം. ദൈവത്തിന് ബാബിലോൺ ദേശത്ത് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു കാലഘട്ടം. ഇനി തങ്ങൾക്ക് ആശ്രയിപ്പാൻ ഒന്നുമില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു കാലഘട്ടം. നോക്കണേ, ഈ ഒരു കാലഘട്ടത്താണ് ഇരമ്യ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ കഷ്ടതയിൽ നിന്നും രക്ഷപ്പെടുവാൻ പോകുന്നു. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ നിങ്ങളുടെ സ്ട്രഗിൾസിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെടുവാൻ പോവുകയാണ്. something going to be happen. Some solutions are going to be happen permanently. സ്ഥിരമായി ചില പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ്, നിങ്ങളുടെ തലമുറയിൽ സംഭവിക്കുവാൻ പോവുകയാണ്. അതെന്താണ്?
അത് ചെയ്യുവാൻ, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നിന്റെ കുടുംബത്തെ, നിന്റെ മക്കളെ രക്ഷിപ്പാൻ, നിന്റെ സാമ്പത്തിക മേഖലയെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നിന്നെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ നിന്നോട് ഞാൻ കൂടെയുണ്ട്. ഈ ഒരു ഉറപ്പ് ഈ ദൈവജനത്തിന് കൊടുക്കുകയാണ്. ഇവിടുത്തെ പ്രധാന ചിന്ത എന്നത്, പ്രിയമുള്ളവരെ, നാം കഷ്ടതയിലിരിക്കുമ്പോഴും നാം പാപത്തിൻ മധ്യ ഇരിക്കുമ്പോഴും നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു സന്തോഷമാണ്, ഉറപ്പാണ് ഈ വേദപുസ്തകം നമുക്ക് നൽകുന്നത്. നാം ഏത് അവസ്ഥയിലായാലും നമ്മെ രക്ഷിപ്പാൻ ഒരു ദൈവം കൂടെയുണ്ട്. പക്ഷേ നാം അത് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. നാം ആ ശബ്ദത്തിന് കാതു കൊടുക്കുന്നില്ല. ആ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു ദൈവത്തെ നമുക്ക് നോക്കിക്കാണുവാൻ കഴിയുന്നില്ല എന്നതാണ്. കാരണം ശത്രു, ഈ ലോകത്തിന്റെ പിശാച് നമ്മുടെ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. നമ്മുടെ ചിന്തകളെ മരവിപ്പിച്ച് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കിക്കാണുവാൻ കഴിയുന്നില്ല. എൻ്റെ തെറ്റ് ഞാൻ അറിഞ്ഞോ അറിയാതെ ഒരു പാപത്തിൽ വീണുപോയി. പക്ഷെ അതിൽ നിന്നും എഴുന്നേറ്റ് വരുവാൻ തക്കവണ്ണം കണ്ണ് തുറക്കുന്നില്ല, അഹക്കണ്ണുകൾ തുറക്കുവാൻ കഴിയുന്നില്ല. അതിൽ രക്ഷപ്പെടുവാനുള്ള ഒരു ടെൻഡൻസി എനിക്ക് വരുന്നില്ല. കാരണം പിശാച് എന്നെ കുരുടാക്കിയിരിക്കുകയാണ്. നോക്കണേ, ഈ ഒരു അവസ്ഥയിലാണ് ഈ ഒരു കാലഘട്ടം, ഇന്നത്തെ ആധുനിക കാലഘട്ടം മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രക്ഷിക്കുന്ന ഒരു ദൈവം എന്നോടൊപ്പം, നിങ്ങളോടൊപ്പം, നമ്മുടെ കുടുംബത്തോടൊപ്പം, സഭയോടൊപ്പം, ദേശത്തോടൊപ്പം കൂടെ ഉണ്ടെന്ന ബോധ്യം ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ തിരിച്ചറിയുക. അതിനെ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ലൈഫിനോട് അടുത്ത് പിടിക്കുക. രക്ഷിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ട്, എന്നോട് കൂടെ, എൻ്റെ മക്കളോട് കൂടെ ഉണ്ട്. രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ പാപപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി പാപപ്രവൃത്തിയിലാണ് ആയിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് അവരെ രക്ഷിപ്പാനുള്ള ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. ഓപ്പൺ യുവർ ഐസ്. നിങ്ങളുടെ ആന്തരിക കണ്ണുകൾ തുറക്കുക, അത് നോക്കിക്കാണുക. നിങ്ങളുടെ ബോധമണ്ഡലത്തിന് ആ വാതിലുകളൊന്ന് തുറന്നിടുക. ദൈവിക പ്രകാശം അതിനുള്ളിൽ പ്രവേശിക്കട്ടെ. യു ക്യാൻ സീ ദ മിറക്കിൾ ഫ്രം ഗോഡ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണുവാനേ സാധിക്കും. പ്രിയമുള്ളവരെ, നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ ദൈവം ഇത് പറഞ്ഞപ്പോൾ ഇവർക്കത് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല എന്നതാണ് വളരെ ദുഃഖകരമായ അനുഭവം. ദൈവം പറഞ്ഞു, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. പക്ഷേ ദൈവജനത്തിനത് മനസ്സിലായിരുന്നില്ല. കാരണം അവർ അനുഭവിച്ച കഷ്ടത ദൈവിക പദ്ധതി ഉൾപ്പെട്ട ഒരു കഷ്ടതയായിരുന്നു. അതവർ തിരിച്ചറിയുന്നില്ല. സോ പല കഷ്ടതകളും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. പല കഷ്ടതകളും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട കഷ്ടതകളാണ്. പക്ഷെ അത് നാം തിരിച്ചറിയണം. യെസ്, ഇറ്റ് ഈസ് ദ പ്ലാൻ ഓഫ് ഗോഡ്, പ്ലാൻ ഫ്രം ഗോഡ്. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഒരു വേദന, എൻ്റെ മക്കൾ, അത് ദൈവത്തിൻ്റെ പദ്ധതി ഉൾപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് വരുമ്പോഴാണ് എന്നെ രക്ഷിപ്പാൻ ഒരു കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം, ഉറപ്പ് നമുക്കുണ്ടാകുന്നത്. ചോദ്യം, ഏതിൽ നിന്നാണ് ദൈവം നമ്മെ രക്ഷിക്കുന്നത്? 1 30-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ മുറിവുകളിൽ നിന്നും ദൈവം നമ്മെ രക്ഷിക്കുന്നു. ഭൗതികവും മാനസികമായ ജീവിതത്തിന് ഏർപ്പെടുന്ന മുറിവുകൾ, ഇത് കഷ്ടതകൾക്ക് ശേഷമുള്ള ഒരു രക്ഷയാണ്. കഷ്ടതകളുടെ നടുവിലുള്ള ഒരു രക്ഷയാണ്. മുറിവുകളെ ഉണക്കും, ആരോഗ്യം നൽകുമെന്നാണ് 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മനസ്സിൻ്റെ മുറിവുകൾ വളരെ വലുതാണ്, അല്ലേ? മനസ്സിൻ്റെ മുറിവുകൾ, ഇക്കഴിഞ്ഞ കാലമൊക്കെ നാം നേരിട്ട മനസ്സിൻ്റെ മുറിവുകൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എത്രയോ സ്ട്രഗിൾസിലൂടെ കടന്നുപോയി. ഇന്നും ജീവിതത്തിൽ എത്രയോ മനസ്സിൻ്റെ മുറിവുകളുടെ മധ്യേ നാം ആയിരിക്കുന്നു. അതിനെ ഹീൽ ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്നാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകളെ, ചിലതൊക്കെ നാം പറയാറുണ്ട്, എനിക്ക് മറക്കുവാൻ കഴിയില്ല, ഞാൻ മരിച്ചാലും മറക്കില്ല, എനിക്ക് പൊറുക്കുവാനും കഴിയില്ല. പക്ഷേ വേദപുസ്തകം പറയുന്നു, ഐ വിൽ ഹീൽ യു, ഐ വിൽ ഹീൽ യുവർ ഓൾ സോർട്സ് ഓഫ് വൂൺസ്. നിങ്ങളുടെ എല്ലാ മുറിവുകളും ഞാൻ പൊറുപ്പിക്കും, ഞാൻ സൗഖ്യം തരും. പ്രിയമുള്ളവരെ, മനസ്സിൻ്റെ മുറിവുകളെ പൊറുപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. പക്ഷെ നാം ദൈവത്തിന് ചെവി കൊടുക്കണം, ദൈവത്തെ അനുസരിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. അതിനൊരുക്കമെങ്കിൽ ദൈവം നമ്മുടെ മുറിവുകളെ ഉണക്കും. വെറുതെ ദൈവം വിളിച്ച ഉടനെ വന്ന് നമ്മുടെ മുറിവുകളെ ഉണക്കുന്നവനല്ല. എപ്പോഴും മനസ്സിലാക്കണം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്ത് ചില പശ്ചാത്തലങ്ങളൊക്കെ വിളിച്ച ഉടനെ വന്ന് സൗഖ്യമാക്കിയ ഒരു ദൈവമുണ്ട്. അത് കോണ്ടസ്റ്റ് വേറെയാണ്. കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കോണ്ടസ്റ്റ് ഡിഫറൻ്റ് ആണ്. പക്ഷേ ഈ കാലഘട്ടത്ത് യേശുവിനെ മനസ്സിലാക്കിയ, യേശുവിനെ തിരിച്ചറിഞ്ഞ ഓരോ ദൈവ വൈദ്യൻ്റെ ജീവിതത്തിലും മറന്നു പോകരുതേ,
നിങ്ങൾ ദൈവത്തിന് ചെവി കൊടുത്താൽ, ദൈവത്തെ അനുസരിച്ചാൽ, ദൈവത്തെ ആശ്രയിച്ചാൽ അവൻ നമ്മുടെ മുറിവുകളെ സൗഖ്യമാക്കും, മുറിവുകളെ ഉണക്കും. അപ്പോൾ ഒന്നാമത്തെ മറന്നു പോകരുതേ, ദൈവം നമ്മുടെ മുറിവുകളെ ഉണക്കും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. രണ്ടാമത്തേത് 30-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ വ്യവഹാരം നടത്തി ദൈവം നമ്മെ രക്ഷിക്കുന്നു എന്നാണ്. നമ്മുടെ പ്രശ്ന പരിഹാരത്തിന് പലപ്പോഴും ആരുമില്ല എന്ന് ചൊല്ലി നാം പലപ്പോഴും ഭാരപ്പെടാറുണ്ടല്ലേ. എൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ചില സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ ആരോടും പറയുവാൻ പോലും കഴിയത്തില്ല. ഈവൻ നമ്മുടെ വീട്ടിലെ പാരൻസ് നമ്മുടെ ഇഷ്യൂസ് അല്ലേ, നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ്, ഇത് നമുക്ക് ആരോടും പറയാം. പക്ഷേ ഇത് നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, ഇത് ആരോടും പറയാതെ എങ്ങനെ ഹൗ ഇറ്റ് ദ സൊല്യൂഷൻ വിൽ കം, ഹൗ ഇറ്റ് കം അല്ലേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാകും, എങ്ങനെ സംഭവിക്കും? പക്ഷെ ബൈബിൾ പറയുന്നു, പ്രശ്ന പരിഹാരം, നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല എന്ന് നീ ചിന്തിക്കേണ്ട. പ്രശ്ന പരിഹാരത്തിന് ഞാൻ നിന്നെ രക്ഷിപ്പാൻ കൂടെയുണ്ട്. പരിഹാരത്തിന് ആവശ്യമായ വിഭവങ്ങളില്ല എന്ന് ചിലപ്പോൾ നാം ചിന്തിച്ചേക്കാം. റിസോഴ്സ് ഇല്ല. അതായത് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് മുറിവിനിടുവാൻ മരുന്നും കുഴമ്പുമില്ല എന്നാണ് 13-ാം വാക്യത്തിൽ പറയുന്നത്. മുറിവിലിടാൻ കുഴമ്പുമില്ല, മരുന്നുമില്ല. സോ നാം ചിന്തിക്കുന്നത് എങ്ങനെ സാധിക്കും? മുറിവിനിടാൻ കുഴമ്പുമില്ല, മരുന്നുമില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഭാഗം വായിക്കുമ്പോൾ. മുറിവുണ്ട് എനിക്ക്, പക്ഷെ കുഴമ്പുമില്ല, അതുപോലെ തന്നെ മരുന്നുമില്ലാത്ത അവസ്ഥ. ഒരു മുറിവുമായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മുറിവിലിടുവാനായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ മരുന്നുമില്ല, പുരട്ടുവാനായിട്ട് കുഴമ്പുമില്ല, ഓയിൽമെൻറ്റുമില്ല. എന്തായിരിക്കും അവസ്ഥ? ചിന്തിച്ചു നോക്കുക. എന്താണ് സൊല്യൂഷൻ? നിരാലംബരായി നോക്കി നിൽക്കുവാനേ കഴിയത്തുള്ളൂ. ഡോക്ടേഴ്സായാലും നഴ്സസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നോ മെഡിസിൻ. ഒരു ബോർഡ് എഴുതി ഹാങ് ചെയ്തിട്ട് വെറുതെ നിരാലംബരായി നോക്കി നിൽക്കുവാനേ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, വേദപുസ്തകം പറയുന്നു, ഞാൻ നിന്റെ വ്യവഹാരം നടത്തി നിന്നെ രക്ഷിക്കും. ഞാൻ നിന്റെ വ്യവഹാരം നടത്തി നിന്നെ രക്ഷിക്കും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. മൂന്നാമത്തേത് 30-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, എല്ലാവരാലും നാം മറക്കപ്പെടുമ്പോൾ ദൈവം നമ്മെ രക്ഷിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നിന്റെ സ്നേഹിതന്മാരൊക്കെ നിന്നെ മറന്നിരിക്കുകയാണ്. എവിടുത്തെ സ്നേഹിതന്മാർ? നീ താമസിക്കുന്ന കനാൻ ദേശത്തിലെ, നിന്റെ സ്വന്തം ദേശത്തിലെ, ദൈവം നിന്നെ പുനഃസ്ഥാപനം ചെയ്ത ദേശത്തിലെ, നിന്നെ സ്ഥാപനം ചെയ്ത ദേശത്തിലെ ജനങ്ങളൊക്കെ നിന്നെ മറന്നിരിക്കുകയാണ്. പക്ഷേ നിന്റെ കഷ്ടത കാണുമ്പോൾ, നിന്റെ സ്നേഹിതർ നിന്നെ ബോധപൂർവം നിന്നെ മറക്കുവാൻ ശ്രമിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്നെ സ്നേഹിപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ. കനാൻ ദേശത്തെ സ്നേഹിതർ ഇപ്പോൾ ഇവർക്കില്ല. അവരിപ്പോൾ ഇവരെ മറന്നു കളഞ്ഞിരിക്കുകയാണ്. കാരണം ഇവിടെ കഷ്ടസ്ഥിതികൾ തന്നെയാണ്. എത്ര സത്യം ഈ കാലഘട്ടത്തിലും. ഇഫ് ഐ ഹാവ് മണി, എവരിവൺ വിൽ ബി ദെയർ അല്ലേ? എവരിബഡി വിൽ ബി ദെയർ. ഇഫ് ഐ ഹാവ് നോ മണി, എത്രത്തോളം, ഹൗ ഫാർ, എത്രത്തോളം എന്നെ സഹായിപ്പാനുണ്ടാകും, എത്രത്തോളം എന്നെ സ്നേഹിപ്പാനുണ്ടാകും. ഞാൻ പലപ്പോഴും കൂട്ടുകൂടുന്നത് അങ്ങനെയുള്ളവരാണ്. സ്റ്റാറ്റസ് നോക്കി അല്ലേ, നമ്മൾ ആ ഒരു ലെവൽ നോക്കിയാൽ പോകും. പക്ഷെ ഇതൊന്നും ഇല്ല എങ്കിൽ, ഇപ്പം നമ്മുടെ ലൈഫിൽ അതൊന്നും ഇല്ലാതെ വന്നാൽ, വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഈ പുതിയ വർഷത്തെ നമ്മുടെ അഹക്കണ്ണ് തുറപ്പിക്കുന്ന ചിന്തകളാണ് പ്രിയമുള്ളവരെ ജീവിതത്തിൽ. പക്ഷെ ഒരു ഭാഗത്ത് ഞാൻ പറയട്ടെ, ആരുമില്ലാതിരിക്കുന്നവർക്ക് ദൈവം തുണയുണ്ട് പ്രിയമുള്ളവരെ. കർത്താവ് വന്നത് നീതിമാന്മാരല്ല, പാപികളെ അത്രേ, തകർന്ന ഹൃദയമുള്ളവരെ, വേദനപ്പെടുന്നവരെ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെ. ജീവിതത്തിൽ ഒരുപാട് വൈഷമ്യം, ക്ലേശങ്ങൾ വന്നിട്ടും ആരോടും പറയാതെ സ്വയം പൊതിഞ്ഞ് അല്ലെ, ശരീരത്തിൽ സംഭവിച്ചിരിക്കുന്ന വൂണ്ടുകൾ നിറയെ മുറിവുകളാണ്. ശരീരം മുഴുവനും മുറിവുകളാണ്. ഈ മുറിവുകളൊക്കെ ഒരു പുതപ്പ് കൊണ്ട് മൂടി വെച്ചിരിക്കുമ്പോൾ ആർക്കും അറിയുവാൻ കഴിയുന്നില്ല, ആരും അറിയുന്നില്ല. ഈ പുതപ്പിനുള്ളിലെ മുറിവുകളെ ആരും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, അതൊന്ന് മാറ്റുമ്പോൾ അതിനുള്ളിലെ ദുർഗന്ധം, അതിനുള്ളിലെ ആ തീവ്രമായ അനുഭവം, ബൈബിൾ പറയുന്നു, ഗോഡ് സീസ് യു. ദൈവം നിന്നെ കാണുന്നു, ദൈവം നിന്നെ കാണുന്നു, ദൈവം നിന്നെ അറിയുന്നു. മറ്റുള്ളവരെല്ലാം നമ്മെ മറക്കുമ്പോൾ ദൈവം നിന്നെ മറക്കുന്നില്ല. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ പുതിയ വർഷം നമ്മെ നാൾതോറും രക്ഷിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതെന്ന് ഓർക്കുക. പ്രതികൂലങ്ങൾ, കഷ്ടതകൾ എല്ലായ്പ്പോഴും നമ്മോട് കൂടെയുണ്ട്.
നിഴൽ പോലെ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. മറന്നു പോകരുത്. പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ നമ്മെ രക്ഷിപ്പാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. നിഴൽ പോലെ. നിഴൽ ചിന്തിക്കുക, നാം സൂര്യന് അഭിമുഖമായി പ്രകാശം നമ്മുടെ മുന്നിലാകുമ്പോൾ നമ്മുടെ നിഴൽ പുറകിലാകും. ശരിയല്ലേ? പ്രകാശം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നിഴൽ പുറകിലാകും. എന്നാൽ പ്രകാശം പുറകിൽ വരുമ്പോൾ നിഴൽ മുന്നിലാകും. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തെ നിങ്ങൾ മുന്നിൽ വെച്ചാൽ നിങ്ങളുടെ സങ്കടം വിഷമതെല്ലാം പുറകിലാകും. നിങ്ങൾ ദൈവത്തെ പുറകിൽ വെച്ചാൽ നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴും സങ്കടവും വിഷമതകളും മാത്രമായിരിക്കും. എപ്പോഴും നിങ്ങൾക്ക് വിലാപവും കരച്ചിലും മാത്രമായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ആണ്ടിൽ, പുതിയ വർഷത്തിൽ ദൈവത്തെ മുന്നിൽ വയ്ക്കുക. പ്രശ്നങ്ങളെല്ലാം പുറകിലോട്ട് പോട്ടെ. പ്രശ്നങ്ങളെല്ലാം പുറകിലോട്ട് പോട്ടെ. ദൈവത്തെ മുന്നിൽ വയ്ക്കുക. എത്ര അനുഗ്രഹീതമായ അനുഭവമായിരിക്കും പ്രിയമുള്ളവരെ. എൻ്റെ ദൈവത്തെ ഞാൻ മുന്നിൽ വയ്ക്കുന്നു. എൻ്റെ ദൈവത്തെ ഞാൻ മുന്നിൽ വെച്ച് യാത്ര ചെയ്യുന്നു. ആ കർത്താവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, അല്ലേ? യുദ്ധം ചെയ്യും ഞാൻ അന്ത്യം വരെ, ജീവൻ വച്ചിടും എൻ്റെ രക്ഷകനായി, അന്ത്യാശ്വാസം വരയ്ക്കും, നിത്യതയോളം വരെ. എൻ്റെ ലക്ഷ്യം നിത്യത. അതിനായി ഞാൻ കർത്താവിനെ എൻ്റെ കൺമുന്നിൽ വെച്ചുകൊണ്ട് ഞാനിങ്ങനെ യാത്ര ചെയ്യും. യാത്ര ചെയ്യാമോ പ്രിയമുള്ളവരെ? ദൈവം അതിനായി നിങ്ങളെ ഒരുക്കും, നിങ്ങളെ സഹായിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിലേക്കായി ഈ പുതിയ വർഷത്ത് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ദൈവം ഏത് ജനത്തോടാണ് അരുളിച്ചെയ്തത്? ഏത് ജനത്തോടാണ് അരുളിച്ചെയ്തത്? എവിടെ കഴിഞ്ഞിരുന്ന, എന്തിൽ കഴിഞ്ഞിരുന്ന ജനത്തോടാണ് ഈ നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളിച്ചെയ്യുന്നത്? ഏതവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ജനത്തോടു കൂടെയാണ്? നിങ്ങളുടെ ആൻസറുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കർത്താവ് നമ്മെ സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവേ, കർത്താവെ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഏറ്റവും ധന്യമായ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവിളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നൽകിയ വാഗ്ദത്തത്തിനായി സ്തോത്രം. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവേ, ഈ ഉറപ്പ്, ഈ നിശ്ചയം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ ആശ്വാസം, ഏറെ സന്തോഷം, ഏറെ നിശ്ചയം, ഉറപ്പും നൽകിയിരിക്കുന്നു. മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട്, കർത്താവ് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നേറി ചെല്ലുക. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ ആശ്വാസത്തിനായി, അങ്ങ് നൽകുന്ന ബലത്തിനായി സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ, ശക്തീകരിക്കണം. ഈ ആണ്ട് മുഴുവനും കർത്താവെ, രക്ഷിക്കുന്ന ദൈവമായി അവിടെ ഞങ്ങളോട് കൂടെ ഉണ്ടാകുമല്ലോ. സ്തോത്രം. ആ ഉറപ്പോടെ ഞങ്ങൾ യാത്ര ചെയ്യട്ടെ. ജീവിതമാകുന്ന പടകിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ കർത്താവെ സന്തോഷമുള്ള അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നതായി തീരട്ടെ. പ്രത്യേക കർത്താവിനെ മുന്നിൽ വെച്ചുകൊണ്ട്, കർത്താവാകുന്ന പ്രകാശത്തെ, സത്യവെളിച്ചത്തെ ഞങ്ങൾ മുന്നിൽ വെച്ച് യാത്ര ചെയ്യട്ടെ. ഞങ്ങളുടെ പ്രശ്നങ്ങളാകുന്ന നിഴൽ പുറകിലേക്ക് മാറിപ്പോകട്ടെ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളാം. നന്ദിയപ്പ. നീമതി യേശു എന്ന ചാനലിൽ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. യുവ സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവെ. ഞങ്ങളെല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സന്ദേശം കേൾക്കുന്ന ഏതൊരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുവാൻ, ആശീർവദിക്കപ്പെടുവാൻ കർത്താവ് തുണയുണ്ടാകുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. കർത്താവിന്റെ പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം. തിരുരാജ്യം വരണം. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും പിതാവിനുള്ളതല്ലോ. ആമീൻ. പിതാ, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം, നന്മ, സമാധാന, സന്തോഷം നാം ഏവരും ഇന്നും ഇന്ന് സർവ്വദാ സദാകാലം കൊണ്ടിരിക്കുമാറാകട്ടെ. ആമീൻ. ആമീൻ. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് 2025 നമുക്ക് ഏവർക്കും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. കർത്താവ് നമ്മെ സമാധാനത്തിൽ വഴി നടത്തുമാറാകട്ടെ. ആമീൻ.